നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ 56 കോടി രൂപയുടെ വസ്തുവകകൾ ഇക്കഴിഞ്ഞ ഒക്ടോബർ 2-ാം വാരം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കെട്ടിയിരുന്നു. വിവിധ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ട്രസ്റ്റുകളുടെയും സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും പേരിലുള്ള സ്വത്തുവകകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്ന് കണ്ടുകെട്ടിയത്. രാജ്യത്തിനകത്തു നിന്നും പുറത്തുനിന്നും അനധികൃതമായി ഫണ്ട് സ്വരൂപിച്ച് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിയെന്നായിരുന്നു NIAയുടെ ആരോപണം. അനധികൃതമായി ഹവാല ഇടപാടിലൂടെ ഇന്ത്യയിലേക്ക് ഫണ്ട് കൊണ്ടുവരാൻ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും അതിലെ അംഗങ്ങളും ഗൂഢാലോചന നടത്തിയെന്നും അന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരുന്നു. 35.43 കോടി രൂപ വിലമതിക്കുന്ന 19 സ്ഥാവര സ്വത്തുക്കളും 21.13 കോടി രൂപ വിലമതിക്കുന്ന 16 സ്ഥാവര വസ്തുക്കളും പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടുന്നതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ വ്യാപക ധനസമാഹരണം നടത്തിയിരുന്നു എന്ന കണ്ടെത്തലാണ് അന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയത്. തുടർന്ന് ഈ വസ്തുതകൾ NIAയ്ക്ക് കൈമാറി. വ്യാജദാതാക്കളിൽ നിന്ന് പണം വ്യാപകമായി ശേഖരിച്ചു. അത് ഹവാലയായി ഇന്ത്യയിലേക്ക് കടത്തി. 26 അംഗങ്ങളെയും പ്രവർത്തകരെയും ഇതുവരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തുവെന്നും അന്ന് പുറത്തുവന്ന വാർത്താക്കുറിപ്പിൽ വ്യക്തമാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും NIAയും ചോദ്യം ചെയ്യലുകൾ തുടർന്നു. ഇപ്പോഴിതാ പ്രവാസ ലോകത്തു നിന്ന് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് ഫണ്ട് കൈമാറിയ 13,000 ആളുകളുടെ പൂർണ്ണ വിവരങ്ങൾ പുറത്തുവരുന്നു. പോപ്പുലർ ഫ്രണ്ടിന് ഫണ്ട് കൈമാറിയ പലരും പിന്നീട് ഗൾഫ് നാടുകളിൽ കുടുങ്ങിക്കിടന്നു. ഇവർക്ക് നാട്ടിലേക്ക് തിരിച്ചു വരാൻ ഭയമായി. എയർപോർട്ടുകളിൽ വന്നിറങ്ങിയാൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്യുമോ എന്ന ഭയം. എന്നാൽ കാലം ഏറെ കഴിഞ്ഞപ്പോൾ ഇതൊക്കെ അന്വേഷണ ഏജൻസികൾ മറന്നു കാണുമെന്ന ധാരണയായിരുന്നു പൊതുവിൽ പ്രവാസികളായ ഈ ഫണ്ട് ദാതാക്കൾക്ക്. NIA മറന്നു കാണുമെന്ന് വിചാരിച്ച് ഇക്കഴിഞ്ഞ ദിവസം ദുബായിൽ നിന്ന് ഡൽഹി വിമാനമിറങ്ങിയ ബീഹാറി സ്വദേശി മുഹമ്മദ് ആലത്തെ അപ്പോൾ തന്നെ NIA കയ്യോടെ പൊക്കി. NIA ഡൽഹി വിമാനത്താവളത്തിൽ ആലത്തിനു വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ബന്ധം കണ്ടെത്തിയ NRI അക്കൗണ്ട് വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റാണ് NIAയ്ക്ക് കൈമാറിയിരുന്നത്. അക്കൗണ്ട് വിവരങ്ങൾ പരസ്യപ്പെടുത്തിയില്ലാത്തതുകൊണ്ട് തന്നെ തങ്ങൾ പ്രതിപ്പട്ടികയിലുണ്ടോ എന്ന് പല പ്രതികൾക്കും ഇപ്പോഴും നിശ്ചയമില്ല. വിമാനത്താവളത്തിൽ വന്നിറങ്ങുമ്പോഴാകും പലപ്പോഴും വിലങ്ങ് വീഴുക. അതുകൊണ്ട് തന്നെ ഗൾഫ് മലയാളികളായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ബന്ധമുള്ള പല സുഡാപ്പികളും ഇപ്പോൾ നാട്ടിലേക്ക് മടങ്ങി വരേണ്ട എന്ന തീരുമാനത്തിലെത്തി. അവരുടെ ബന്ധുമിത്രാദികൾ ഗൾഫിലെത്തി അവരെ സന്ദർശിച്ച് മടങ്ങുകയാണിപ്പോൾ പതിവ്. ഹത്രാസ് കേസ് പ്രതികളായ സിദ്ദിഖ് കാപ്പന്റെയും റൌഫ് ഷെരീഫിന്റെയും ഭാര്യമാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ അക്കൗണ്ടുകളിലേക്ക് പണം അയച്ചവരുമുണ്ട് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നു. പോപ്പുലർ ഫ്രണ്ടിന് ധനം സമാഹരിച്ചു നൽകിയ മലയാളികളെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങളും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇതിനകം തന്നെ ശേഖരിച്ചു കഴിഞ്ഞു. അവരുടെ NRI അക്കൗണ്ടുകൾ കണ്ടെത്തിയ NIAയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇവർക്കെതിരെ ഇപ്പോൾ ശക്തമായ നടപടികൾ തുടങ്ങിവെച്ചു. പോപ്പുലർ ഫ്രണ്ട് 13,000 അക്കൗണ്ടുകൾ വഴിയാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പണം സ്വരൂപിച്ചത്. ഇവയിൽ 10,000-ഉം മലയാളികളുടേതാണ്. തങ്ങളുടെ അക്കൗണ്ടുകൾ NIA കണ്ടെത്തിയെന്നും നാട്ടിലേക്ക് പോയാൽ അറസ്റ്റിലാകുമെന്നും വ്യക്തമായ മലയാളികൾ കുടുംബാംഗങ്ങളെ ഗൾഫ് രാജ്യങ്ങളിൽ എത്തിച്ചിരിക്കുന്നു. അറസ്റ്റ് ഭയന്ന് ഇവരിൽ പലരും ഇപ്പോഴും ഗൾഫിൽ തന്നെ തുടരുകയും ചെയ്യുന്നു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയ്ക്കായി കുഴൽപ്പണ ഇടപാടുകളിൽപ്പെട്ട 13,000 പേരാണ് ഗൾഫിൽ നിന്ന് നാട്ടിലെത്താൻ ഭയപ്പെട്ട് നിൽക്കുന്നത്. NRI അക്കൗണ്ട് വിവരങ്ങൾ EDയാണ് NIAയ്ക്ക് കൈമാറിയത്. ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ നടുക്കുന്ന ചില വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടനയുടെ ED കണ്ടുകെട്ടിയ സ്വത്തുക്കളിൽ പാലായിൽ നിന്നുള്ള വസ്തുവകകളും ഉൾപ്പെട്ടതാണ് കേരളത്തിൽ ഞെട്ടലുണ്ടാക്കിയത്. ഫൗണ്ടേഷൻ ഫോർ അഡ്വാൻസ് സോഷ്യൽ തോട്ട് എന്ന വസ്തുവകയാണ് പാലായിൽ നിന്നും ED കണ്ടുകെട്ടിയത്. പോപ്പുലർ ഫ്രണ്ട് പ്രതിനിധീകരിക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ നാമമാത്രമായ പാലായിൽ പോലും അവർ പിടിമുറുക്കി എന്നതിൻ്റെ കൃത്യമായ തെളിവുകൾ. നേരത്തെ തന്നെ ഇസ്ലാമിക തീവ്രവാദികൾ പാല കീഴടക്കുന്നതിനെക്കുറിച്ച് വ്യക്തമായി ചർച്ച ചെയ്തിരുന്നുവെന്നും അതിനുവേണ്ട ഒരു പദ്ധതി അവർ തയ്യാറാക്കിയെന്നും പിന്നീട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തന്നെ സൂചനകൾ നൽകി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയ ഫൗണ്ടേഷൻ ഫോർ അഡ്വാൻസ് സോഷ്യൽ തോട്ട് എന്ന സ്ഥലം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നേതാക്കളുടെ മീറ്റിംഗ് സ്ഥലമാണ് എന്ന് കേന്ദ്ര ഏജൻസികൾ വെളിപ്പെടുത്തി. മുമ്പൊരിക്കൽ പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിന്റെ നാർക്കോട്ടിക് ജിഹാദ് പരാമർശം. അതിനെതിരെ പാലാ ബിഷപ്സ് ഹൗസിന്റെ മുന്നിൽ കൂടി ഏറ്റവും പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ച് പോപ്പുലർ ഫ്രണ്ട് പ്രകടനം നടന്നു. ഈരാറ്റുപേട്ടയിലെയും പാലായിലെയും ഒക്കെ പോപ്പുലർ ഫ്രണ്ടുകാർ അന്ന് പാലായിലെത്തിയാണ് ഇത്തരമൊരു പ്രകടനം നടത്തിയത്.
ഈ പ്രകടനത്തിനെ അനുകൂലിച്ചുകൊണ്ടാണ് അത് രാഷ്ട്രീയ നേതാക്കൾ പോലും പ്രതികരിച്ചത്. എന്നാൽ പാലായിൽ പോപ്പുലർ ഫ്രണ്ട് പിടിമുറുക്കിയതിന്റെ തെളിവുകൾ അന്ന് പുറത്തു വന്നിരുന്നില്ല. പാലാ പോലെ ഒരിടം പോലും പോപ്പുലർ ഫ്രണ്ടിന്റെ റഡാറിൽ ഉണ്ടായിരുന്നു എന്ന വസ്തുതയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സൂചനകളായി പുറത്തുവിടുന്നത്. ചുരുക്കത്തിൽ വലിയ തോതിൽ ഗൾഫിൽ നിന്ന് കേരളത്തിൽ പണമെത്തിച്ച് പല പ്രദേശങ്ങളും തങ്ങളുടെ അധീനതയിലാക്കുകയായിരുന്നു ഈ ഭീകര സംഘടനയുടെ ലക്ഷ്യം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ സ്വത്തുക്കളിൽ ഏറെയും കേരളം, കർണാടക, തമിഴ്നാട്, തെലങ്കാന, ഡൽഹി, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ബീഹാർ, പശ്ചിമ ബംഗാൾ, അസം, ജമ്മു കാശ്മീർ, മണിപ്പൂർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലായിരുന്നു. ഇവ സംഘടനയുടെ വിവിധ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ചതായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കി. 2007 ദക്ഷിണേന്ത്യയിലെ 3 മുസ്ലിം സംഘടനകൾ, കേരളത്തിലെ നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട്, കർണാടക ഫോറം ഫോർ ഡിഗ്നിറ്റി, തമിഴ്നാട്ടിലെ വനിതാ നീതി പസാരെ എന്നിവ ലയിച്ച് ഒരു യോജിച്ച ബോഡി രൂപീകരിച്ചു. അതായിരുന്നു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. 1992 ബാബറി മസ്ജിദ് തകർത്തതിനെതിരായ പ്രതികരണമെന്ന നിലയിലാണ് 97 ദേശീയ വികസന മുന്നണി NDF രൂപീകരിക്കപ്പെടുന്നത്. PFIയിൽ ലയിക്കുന്നതിന് വളരെ മുൻപ് തന്നെ 2002-2003 കാലഘട്ടത്തിൽ കോഴിക്കോട് മാറാഡ് ബീച്ചിൽ നടന്ന ആക്രമണങ്ങൾ ഉൾപ്പെടെ അക്രമാസക്തമായ ആക്രമണങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഇസ്ലാമിസ്റ്റ് മതമൗലികവാദ ഗ്രൂപ്പാണ് കേരളത്തിലെ NDF എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു. ദേശീയ അന്വേഷണ ഏജൻസിയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും തീവ്രവാദ ഫണ്ടിംഗ് പ്രതികൾക്കെതിരെ രാജ്യവ്യാപകമായി റെയ്ഡുകൾ നടത്തുകയും 100-ലധികം പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് 10 സംസ്ഥാനങ്ങളിലായി നടത്തിയ കൂട്ടത്തെരച്ചിലിൽ 106 പേരെ അറസ്റ്റ് ചെയ്യുന്നു. പിന്നീട് കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ ഇന്ത്യയിൽ നിരോധിക്കുന്നു. സംഘടന സുപ്രീം കോടതിയെ സമീപിച്ചുവെങ്കിലും സുപ്രീം കോടതി പോലും അനുകൂലമായിരുന്നില്ല. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ നിരവധി തെളിവുകൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കോടതിക്ക് മുൻപാകെ ഹാജരാക്കി. നിരോധിത സംഘടനയായ സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യയുടെ ഉയർത്തെഴുന്നേൽപ്പാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് 2012 അന്ന് കോൺഗ്രസ് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള കേരള സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. സംശയാസ്പദമായ സ്രോതസ്സുകളിൽ നിന്ന് വലിയ തുക പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ശേഖരിച്ചിരുന്നു എന്ന സംശയങ്ങളിൽ നിന്നാണ് പിന്നീട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം തുടങ്ങിയതും NIA കേസ് ഏറ്റെടുക്കുന്നതും. പിന്നീട് രാജ്യവ്യാപകമായി നടത്തിയ റെയ്ഡുകളിൽ കൂടുതൽ തെളിവുകൾ പുറത്തേക്ക് വന്നു. അതിനുശേഷമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ ഇന്ത്യയിൽ നിരോധിക്കുന്നത്. ക്രിമിനൽ ഗൂഢാലോചനയുടെ ഭാഗമായി ഗൾഫ് രാജ്യങ്ങളിലെ സുസംഘടിതമായ ശൃംഖലയിലൂടെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഫണ്ട് സ്വരൂപിച്ചുവെന്നാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കോടതിക്ക് മുൻപാകെ റിപ്പോർട്ട് നൽകിയത്. കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള വരുമാനം രഹസ്യമായി അവർ ഇന്ത്യയിലേക്ക് മാറ്റി. അണ്ടർഗ്രൗണ്ട് നിയമവിരുദ്ധ മാർഗങ്ങളിലൂടെയും അനുഭാവികൾ, ഭാരവാഹികൾ, അംഗങ്ങൾ, അവരുടെ ബന്ധുക്കൾ, സഹകാരികൾ എന്നിവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലൂടെയും ഹവാല മാർഗങ്ങളിലൂടെയും ഈ പണം ഇന്ത്യയിലേക്ക് കടന്നുവന്നു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ മറവിൽ വലിയ തോതിൽ കള്ളപ്പണം വെളുപ്പിച്ചതിന്റെ തെളിവുകളും വ്യക്തികളുടെ പേരുവിവരങ്ങളുമൊക്കെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പുറത്തുവിട്ടിരുന്നു. അന്നു മുതൽ കേരളത്തിലെ പല വമ്പന്മാരും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകരായിരുന്നു എന്ന് ഞെട്ടിക്കുന്ന വിവരം കേരളത്തിന് ബോധ്യമായി. ശക്തമായ നടപടികളിലൂടെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ ഇന്ത്യയിൽ നിരോധിച്ചു എന്ന് മാത്രമല്ല, ഈ നിരോധിത സംഘടന മറ്റൊരു തലത്തിൽ ഇനി തലപൊക്കരുത് എന്നതിന് പ്രത്യേക നടപടികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.